മലയാള സിനിമ പുതിയ ഉയരങ്ങൾ കീഴടക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം പുറത്തിറങ്ങിയ മിക്ക സിനിമകളും കളക്ഷനുകളിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു എന്നത് വളരെ പോസിറ്റീവ് ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതെല്ലാം നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. മെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റിലേക്ക് മാത്രമായി നമ്മുടെ സിനിമ ഒതുങ്ങുന്ന ഒരു പ്രവണതയാണ് ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്നത്. നായികയോ മറ്റു സ്ത്രീ കഥാപാത്രങ്ങളോ ഇല്ലാത്ത പുരുഷ ലോകത്തിന്റെ ആഘോഷങ്ങൾ മാത്രമേ മാറിയിരിക്കുകയാണ് ഇക്കാലത്തെ മിക്ക സിനിമകളും. പുതിയ പ്രമേയങ്ങളും പുതിയ രീതികളും പരീക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം കഥകളും കഥാപാത്രങ്ങളും ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ പ്രവണത ആവർത്തിക്കരുതെന്ന് പറയുന്നുള്ളൂ. പക്ഷേ ആണത്താഘോഷങ്ങൾ കൊണ്ട് മാത്രമാണ് സിനിമകൾ വിജയിക്കുന്നു എന്ന ചിന്താഗതി പടരുന്നതാണ് അപകടം. പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് വ്യത്യസ്തമായ സിനിമകളാണ്. ജയ ജയഹയിൽ നായകനേക്കാൾ കൂടുതൽ കയ്യടി നേടിയത് നായികയാണ്. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയത് അത്തരം സിനിമകളുടെ പ്രേക്ഷക സ്വീകാര്യത കൂട്ടിയിട്ടേ ഉള്ളൂ. ഫഹദ് ഫാസിൽ നായകൻ അഭിനയിച്ച സിനിമയാണെങ്കിലും പാച്ചും അത്ഭുത വിളക്കും ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ കൊണ്ടുകൂടിയാണ് ശ്രദ്ധേയമായത്. OTTയിൽ റിലീസ് ചെയ്ത് വ്യാപകമായി അംഗീകരിക്കപ്പെട്ട തിങ്കളാഴ്ച നിശ്ചയത്തിലും കിടിലൻ സ്ത്രീ കഥാപാത്രങ്ങൾ തന്നെയാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയത്. MDയും പത്മരാജനും ലോഹിതദാസും ഒക്കെ എഴുതിയ ഓരോ സിനിമകളിലും എത്ര ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങളാണ് ഉണ്ടായിരുന്നു എന്നത് ഓർക്കുക. കരുത്തുറ്റ സ്ത്രീ കഥാപാത്രങ്ങളെ അതിഗംഭീരമായി അവതരിപ്പിക്കാൻ കഴിയുന്ന നായികമാരുടെ മികച്ച നിര കൊണ്ടും സമ്പന്നമാണ് മലയാള സിനിമ. എന്നിട്ടും എന്തുകൊണ്ടാവാം സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾ ഉണ്ടാവാത്തത്? തിയേറ്ററുകളിൽ ഇനീഷ്യൽ കളക്ഷൻ ഉണ്ടാവില്ല എന്നാണ് നായിക പ്രാധാന്യമുള്ള സിനിമകൾ സംഭവിക്കാത്തതിന് സിനിമാക്കാർ പറയുന്ന ന്യായം. വാദത്തിനു വേണ്ടി അത് അംഗീകരിച്ചാൽ പോലും സത്യം അതല്ല. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സബ്ജക്റ്റുകൾ എഴുതുന്നതിൽ നമ്മുടെ എഴുത്തുകാർക്കുള്ള പ്രാവീണ്യക്കുറവാണ് കാരണം എന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല. പുതിയ എഴുത്തുകാരെങ്കിലും തങ്ങളുടെ സിനിമകളിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.